ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് 1 വീക്കിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത്. ആദ്യം പയറെടുത്ത് 2 അറ്റവും ഒന്ന് മുറിച്ച് കളഞ്ഞതിന് ശേഷം എടുത്ത് ഞാനൊരു ബോക്സിലാക്കി ഫ്രിഡ്ജിലാക്കിയിട്ടുണ്ട്. ശേഷം നാളത്തേക്ക് വേണ്ടി മെഴുക്ക് പുരട്ടാനായിട്ടാണ് ഇപ്പോൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അത് നാളത്തേക്കിന് വേണ്ടിയിട്ടാണ്. അതും സെപ്പറേറ്റ് ഒരു ബോക്സിലാക്കി എടുത്ത് വെക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് പടവലങ്ങ ഉണ്ട്, അതിൻ്റെ ഉള്ളിലെ വേസ്റ്റൊക്കെ മാറ്റി അതിൻ്റെ പുറത്തെ ആ തൊലികളൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം അത് ഞാൻ ബോക്സിലോട്ട് ആക്കിയിട്ടുണ്ട്. ഈ ബോക്സസ് എല്ലാം തന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലുള്ള ബോക്സസാണ്, വളരെ യൂസ്ഫുള്ളുമാണ്. അതിനുശേഷം എൻ്റെ കയ്യിലുണ്ടായിരുന്നത് 2 ബീട്രൂട്ടാണ്. ബീട്രൂട്ടിൻ്റെ പൂ പോലത്തെ ആ ഒരു ഭാഗം കട്ട് ചെയ്തു, അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല പഴുത്ത റോബസ്റ്റ പഴം ഞാൻ കണ്ടപ്പോഴേക്ക് വാങ്ങി. മോൾക്ക് മിൽക്ക് ഷേക്ക് അടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്, അതുകൊണ്ട് ഞാൻ അത്യാവശ്യം പഴുത്തതായിട്ട് ഞാൻ വാങ്ങിയിരിക്കുന്നത്. പിന്നീട് മല്ലിയില എന്ന് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. സോ മല്ലിയിലയും എടുത്ത് വെച്ചു. ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉണ്ടായിരുന്നു, അതും എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല, അത് പുറത്താണ്. പിന്നെ നമുക്ക് തക്കാളി 2-3 എണ്ണമാണ്. വലിയ തക്കാളി ആയതുകൊണ്ട് 3 എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. സോ ഇത്രയാണ് എനിക്ക് അത്യാവശ്യം വേണ്ട വെജിറ്റബിൾസൊക്കെ ഞാൻ പുറത്തുനിന്ന് വാങ്ങിയത്. ശേഷം ഒരു മീൻ അല്ലെങ്കിൽ ചിക്കൻ എന്തെങ്കിലുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ആഴ്ച നമ്മൾ ചിക്കനാണ് വാങ്ങിയത്. ചിക്കനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് ഞാൻ ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നത്. ഓൾമോസ്റ്റ് 1 വീക്കോളം നമുക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള ചിക്കൻ ഉണ്ടായിരിക്കും. സോ ഇത്രയാണ് എൻ്റെ 1 വീക്കിലേക്കുള്ള പ്രിപ്പറേഷൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.